ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ സജ്ജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമസ്കാരം. സ്മൈൽ ജ്ഞാനസാധന പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തിവരുന്ന ഈ പ്രഭാതത്തിലെ സത്സംഗത്തില് പങ്കെടുക്കാനായിട്ട് ഈ ഉള്ളവനെ ക്ഷണിച്ച സ്മൈൽ ഭാരവാഹികളോടും പ്രത്യേകിച്ച് ശ്രീമതി ധന്യയോടും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പിണ്ടനന്ദി എന്ന ഗുരുദേവ കൃതിയാണ് ഇന്ന് നമുക്ക് അർത്ഥവിചാരം ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ കൃതി പലരും പല സന്ദർഭങ്ങളില് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ തന്നെ ഇതിന്റെ ഒരു വ്യാഖ്യാനവും എഴുതിയിട്ടുണ്ട്. ഗുരുദേവൻ ഈ കൃതി എഴുതുന്ന കാലം അരീപുരം പ്രതിഷ്ഠയും അതിനുശേഷമുള്ള ഒരു 10 വർഷത്തിനുള്ളിലായിരിക്കുമെന്നൊരു അഭ്യൂഹനം മുൻകാല പണ്ഡിതന്മാര് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ അത്രയും പഴക്കമുള്ള എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ആദ്യകാല കൃതികളിൽ പെടുന്ന ഒരു കൃതിയാണ് പിണ്ടനന്ദി. ഇത് പ്രത്യേകിച്ചും ശൈവ വിഭാഗത്തിൽ വരുന്ന ശിവസ്തോത്രമായി തന്നെയാണ് ഇതിനെ കാണേണ്ടതും ഒരു പ്രാർത്ഥനയായിട്ടും ഇതിനെ എണ്ണാവുന്നതാണ്. അത്യുത്തമമായ ഒരു പ്രാർത്ഥനാ ഗീതം കൂടിയാണത്. നമ്മുടെയൊക്കെ ജീവിതത്തില് ഈശ്വരവിശ്വാസം, ഈശ്വരനില് ഉള്ള വിശ്വാസം മനുഷ്യനില് ഇല്ലാതെ വരുമ്പോൾ മനുഷ്യന്റെ ജീവിത മൂല്യങ്ങളെല്ലാം ഒലിച്ചു പോകുന്നതും നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയുന്നുണ്ട് മനുഷ്യരുടെ ഇടയിൽ. അതുകൊണ്ട് നമുക്ക് മുമ്പൊന്നും അഭിമുഖീകരിക്കാത്ത ഒരു പ്രശ്നം ആധുനിക കാലത്ത് മാനവരാശി ആകവെ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് മൂല്യങ്ങളുടെ അപചയമാണ്. മഹാത്മാക്കളെ പോലും വേണ്ടത്ര ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്ത ഒരു കാലഘട്ടമായിട്ട് മാറുകയാണ് ഇന്ന്. അതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഗുരുദേവ കൃതികൾ പഠിക്കാനും. ഗുരുദേവന്റെ ജീവിത ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് മാനവ ഹൃദയത്തില് ഈശ്വരഭക്തി വളർത്തിയെടുക്കുക എന്നുള്ളത്. ഈശ്വരഭക്തി വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിത മൂല്യങ്ങൾ പരിപോഷിപ്പിക്കുക എന്ന് കൂടിയാണ് അർത്ഥം. അതില് ഏറ്റവും ഉദാത്തമായ ഒരു ജീവിത മൂല്യത്തെ ഇവിടെ പിണ്ടനന്ദിയുടെ രചനയിലൂടെ ഗുരു മുന്നോട്ട് വച്ചിരിക്കുന്നത്, നാം ഈ ഭൂലോകത്ത് ജനിച്ചത് തന്നെ ഒരു മഹാകാരുണ്യം കൊണ്ടാണ്.
നമ്മൾ അതിന് കൃതജ്ഞതയുള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യജന്മത്തിന്റെ മഹിമയെക്കുറിച്ച് എത്രയോ മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. ശങ്കരാചാര്യ സ്വാമികളുടെ വിവേക ചൂടാമണിയില് സ്വാമികള് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്, ജന്തൂനാം നരജന്മ ദുർലഭം, ജന്തുക്കളില് വെച്ച് നരജന്മം നമുക്ക് ലഭിക്കുന്നത് എത്രയോ ദുർലഭമാണ് എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു വച്ചിരിക്കുകയാണ്. നരജന്മം മനുഷ്യൻ ലഭിച്ചിട്ട് അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ടെന്നറിയാമോ? മനുഷ്യജന്മത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ആരാണ് കൃത്യതയോട് കൂടിയിട്ട് ജീവിതത്തെ ഉപയോഗിക്കുന്നത്? വളരെ അപൂർവം പേരാണ്. ആ മനുഷ്യജന്മത്തില് പ്രധാനമായിട്ടും 3 അനുഗ്രഹങ്ങള് ആചാര്യസ്വാമികൾ തന്നെ വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്. ആ 3 അനുഗ്രഹങ്ങള് മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം. മനുഷ്യത്വം കിട്ടുക, മനുഷ്യനായാൽ പോരാ, മനുഷ്യത്വം ഉണ്ടാകണം. മനുഷ്യൻ എന്നത് ഒരു ഗുണവിശേഷമാണ്. ആ ഗുണവിശേഷം ആ മനുഷ്യനിൽ ഉണ്ടാകണം. മനുഷ്യ ശരീരം കിട്ടിയത് കൊണ്ട് കാര്യമില്ല. മനുഷ്യ ശരീരം കിട്ടിയാലും അത് ജന്തു സ്വഭാവമാണെങ്കിൽ ആ വ്യക്തി ജന്തു സമാനമാണ്. അതുകൊണ്ട് മനുഷ്യ ശരീരം കിട്ടുകയും അതിൽ മനുഷ്യത്വം ഉണ്ടാവുകയും, ആ മനുഷ്യത്വമുള്ള മനുഷ്യൻ മുമുക്ഷുവായിട്ട് മാറണം, മോക്ഷം ആഗ്രഹിക്കണം. ഈ ജന്മം കൊണ്ട് നമുക്ക് നമ്മുടെ ബന്ധനങ്ങളെല്ലാം വിട്ടുപോകാനായിട്ട് കഴിയണം. ജന്തൂനാം നരജന്മ ദുർലഭം എന്ന് പറഞ്ഞപ്പോ 3 കാര്യങ്ങൾ കൂടി അതിൽ വരുന്നുണ്ട്. ആ 3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മുമുക്ഷുത്വം. മുമുക്ഷുത്വം കഴിഞ്ഞിട്ട്, മുമുക്ഷുത്വം ഉണ്ടായാൽ ഒരാൾ മോക്ഷം ഉള്ളവനാകുന്നില്ല. മുമുക്ഷുത്വം എന്നതിന് വേദനകളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, അജ്ഞാനത്തിൽ നിന്നും, പരിമിതികളിൽ നിന്നുമുള്ള മോചനം ആഗ്രഹിക്കണം. നമ്മൾ മോചനം ആഗ്രഹിക്കാതെ നമുക്കൊരിക്കലും മോക്ഷം ഉണ്ടാകില്ല. അപ്പം തീവ്രമായ ആഗ്രഹം വരും, മുമുക്ഷുത്വം. ആ മുമുക്ഷുത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തതാണ് നമുക്ക് ഒരു മുക്തനായ പുരുഷന്റെ സാമീപ്യം. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണ് എന്നർത്ഥമല്ല. ഒരു മനുഷ്യൻ മുക്തനായി കഴിഞ്ഞാല് ആ മുക്തന്റെ സാമീപ്യം നമുക്ക് കിട്ടണം. ആ സാമീപ്യത്തിലാണ് നമുക്കും ഈ മോക്ഷം അനുഭവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് ഒരു കാരുണ്യം ഉണ്ടെങ്കിലാണ് ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടായി വരുള്ളൂ. അപ്പൊ അത്തരത്തിൽ നമുക്കിതൊക്കെ ലഭിച്ചിട്ട് ഈ ഭൂമിയിൽ തന്നെ, അത്ര ഭുവി എന്ന് ഗുരു ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ പറയും, ഈ ഭൂമിയിൽ തന്നെ നമുക്ക് മുക്തനായിട്ട് ജീവിക്കാൻ കഴിയുന്നിടത്താണ് ജീവിതം പരിപൂർണമായിട്ട് സാക്ഷാത്കാരം നേടിയെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ബന്ധനവുമില്ലാതെ. ഈ ബന്ധനം എന്ന് പറയുന്നത് ഒരു ആന്തരിക ഭാവമാണ്. അഹങ്കാരത്തിൽ നിന്നുള്ള മോചനം തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഈ മോക്ഷം എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നവൻ എന്ന ഭാവം ഉണ്ടല്ലോ, ആ ഭാവമാണ് നമ്മളെ ബന്ധിപ്പിക്കുന്ന കർത്തൃഭാവമായിട്ട് വർത്തിക്കുന്നത്. ആ കർത്തൃഭാവത്തിൽ നിന്ന് മോചിതരായിട്ട് തീരണം. അപ്പൊ അതിന് നമുക്ക് ആന്തരികമായിട്ട് ഒരുപാട് സംശുദ്ധീകരണം നടക്കേണ്ടതുണ്ട്. നമ്മൾ അജ്ഞാനത്തിന്റെ ഒരു തടവറയിലാണ് ഇരിക്കുന്നത്. അവിടെ കുറ്റാക്കൂരിട്ടാണ്, അന്ധകാരമാണ് അവിടെ അകത്ത്. എപ്പോഴും നമുക്ക് വിചാരം നമ്മളുടെ നേട്ടങ്ങളും നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങളും, അത് അഹങ്കാരത്തിന്റെ ഇരുണ്ട വഴിയാണ്. ആ ഇരുണ്ട വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോ നമ്മളെ സംശുദ്ധീകരിച്ചെടുക്കണം.
അതിന് ഏറ്റവും ഉത്തമമായ മാർഗം ദൈവസ്മരണ തന്നെയാണ്. ഈശ്വരനെ സ്മരിക്കുക. ഈശ്വരനെ സ്മരിക്കുമ്പോൾ ആ ഈശ്വരനോട് കൃതജ്ഞതയുള്ളവരായിട്ട് തീരണം, നന്ദിയുള്ളവരായിട്ട് തീരണം. അതാണ് ഈ പിണ്ടനന്ദിയുടെ പ്രമേയമായിട്ട് ഗുരു കൊണ്ടുവന്നിരിക്കുന്നത്. മനുഷ്യൻ നിഷ്ഠുരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തീരരുത്, പകരം നന്ദിയുള്ളവരായിട്ട് തീരണം. ഒരു അമ്മയുടെ ഗർഭപാത്രത്തില് നമ്മൾ ജീവിച്ച ഒരു കാലയളവ് നമുക്കിപ്പോൾ ഒന്നും ഓർമ്മയുണ്ടാകില്ല. ആരൊക്കെയോ പറഞ്ഞു കേട്ടതായിരിക്കും അത്. അമ്മയുടെ ഗർഭപാത്രത്തില് നമ്മൾ ജീവിച്ചു എന്നൊക്കെ. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്നതിന്റെ ആ ആദ്യകാലം ഒക്കെ ഉണ്ടല്ലോ, അമ്മയുടെ ഗർഭപാത്രത്തില് ഒരു ബീജപിണ്ഡം എന്ന രീതിയിൽ ജന്മമെടുത്ത് കൈകാലുകളെല്ലാം വളർന്ന് തലയും ബുദ്ധിയും ഒക്കെ വളർന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടും നമുക്ക് വേണ്ടത്ര ബോധവികാസം ഉണ്ടാകുന്നില്ല. കാരണം ഒരു 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കൃത്യമായ പരിസരബോധവും വ്യക്തിബോധവും ഒക്കെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓർമ്മകൾക്ക് ഒരിക്കലും ഒരു 3 വയസ്സിന് മുമ്പോ ഉള്ള കാലങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിച്ച കാലയളവൊന്നും ഓർമ്മയില്ല. ആ കാലയളവ് ഓർക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് അവിടെ ജീവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ. ഈ കാലത്തെ ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശ്വരനോടാണ് അടിസ്ഥാനപരമായിട്ട് നന്ദിയുള്ളവരായിരിക്കേണ്ടത്. കാരണം നമ്മളുടെ ജീവിതത്തെ ഗർഭപാത്രത്തിൽ വെച്ച് നമുക്ക് എന്ത് ആവശ്യങ്ങളാണ് നമുക്കുള്ളതെന്ന് നമുക്ക് ആരോടെ പറയാൻ കഴിയുക? ഇന്ന് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള സമരങ്ങളും പലതരത്തിലുള്ള ആവശ്യങ്ങളുടെ ആഹ്വാനങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറാനായിട്ട് നമ്മൾ ഈ ലോകത്ത് യുദ്ധങ്ങൾ വരെ നടത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ, ഒരു യുദ്ധവുമില്ലാതെ, ഒരു വിലാപവുമില്ലാതെ, ഒരു കലഹവുമില്ലാതെ അമ്മയുടെ ഗർഭപാത്രത്തില് 9 മാസം നമ്മൾ ജീവിച്ച ഓർമ്മ ഒന്ന് സ്മരിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഈ 9 മാസക്കാലം ഓർമ്മിച്ചെടുത്ത് ആ ജീവിതത്തിന്റെ അനുഗ്രഹീതമായിട്ടുള്ള നിമിഷങ്ങളെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ, ഭാവനയെങ്കിലും കാണുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരന്റെ കാരുണ്യാതിരേകത്തെ കുറിച്ച് വീണ്ടും വീണ്ടും വാഴ്ത്തുവാനേ സമയമുണ്ടാവുള്ളൂ. കാരണം നമുക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വേദന നമ്മേക്കാൾ നന്നായിട്ട് അറിയുന്നത് ഈശ്വരനാണ്. നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമ്മേക്കാൾ നന്നായിട്ട് നമുക്ക് എന്ത് വേണമെന്ന് നിശ്ചയിക്കുന്നത് ഈശ്വരനാണ്. അമ്മയുടെ ഗർഭാശയത്തിലെ ലോകത്തെ വിഭാവനം ചെയ്യണം നമ്മൾ അതിനു വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഗുരു പിണ്ടനന്ദി തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി. കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയൻ ഒക്കെയും അങ്ങു ശംഭോ. കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയൻ ഒക്കെയും അങ്ങു ശംഭോ. ഗർഭത്തിൽ വെച്ച്, ഗർഭപാത്രത്തിൽ വെച്ച്
ഭഗവാൻ സർവേശ്വരൻ അടിയന്റെ പിണ്ടം ഇവിടെ സ്വയം സംബോധന ചെയ്യുന്നത് എന്റെ പിണ്ടം എന്നല്ല, അടിയന്റെ പിണ്ടം. അടിയൻ എന്ന വാക്ക് അടിമത്വബോധത്തെ ജനിപ്പിക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്നവരാണ് ആധുനികരെന്ന് പറയുന്നത്. നമ്മൾ അത്ര ഒന്നും വിനയം വേണ്ട നമുക്ക്. നമ്മൾ ഇങ്ങനെ സ്വയം അടിമകളാകാൻ തുടങ്ങുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ചവിട്ടി മെതിക്കും എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് നമ്മൾ ഇന്ന് ജീവിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഗുരു നമ്മളുടെ അകത്ത് ഈശ്വരന്റെ മുന്നിൽ നമ്മൾ സ്വയം വ്യക്തിത്വമുള്ളവരായിട്ടിരിക്കരുത്. എന്തെന്നാല് നമ്മൾ സ്വയം നിശ്ചയിച്ചിരിക്കുന്ന ഈ വ്യക്തിത്വമുണ്ടല്ലോ, അത് നമ്മളുടെ അഹങ്കാരമാണ്. ആ അഹങ്കാരമാണ് നമ്മളുടെ മനസ്സിൽ ഞാൻ ആരോ ആണ് എന്നൊരു തോന്നലിനെ ഉളവാക്കുന്നത്. ആ തോന്നൽ ഈശ്വരന്റെ മുന്നിൽ പാടില്ല. കാരണം ഈശ്വരനിൽ നിന്ന് നമുക്ക് അടർന്നു മാറാനായിട്ട് ആ ബോധം നമ്മളെ ഇടവരുത്തിയിട്ടുണ്ട്. ഈശ്വരനിൽ നിന്ന് നമ്മൾ എപ്പോഴൊക്കെ അടർന്നു മാറിയിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് വേദനകൾ ഉണ്ടായിട്ടുണ്ട്, ഉള്ളം നൊന്തിട്ടുണ്ട്. നമ്മൾ നിരവധി ക്ലേശങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ അടർന്ന ബോധത്തെ ഈശ്വരനിലേക്ക് ചേർക്കുകയാണ്, യോജിപ്പിക്കണം. അതിനെയാണ് സായുജ്യം എന്ന് പറയുന്നത്. ഞാൻ ഈശ്വരനിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒരാളാണെന്നുള്ള തോന്നല് മാറ്റിയിട്ട് ഞാൻ ഈശ്വരൻ തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ് ഞാൻ എന്ന ബോധത്തിലേക്ക് നമ്മൾ വളർന്നു വരണം. അതിനെയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വിദ്യ എന്ന് പറയുന്നത് ഈശ്വരനെ നമ്മളുടെ വ്യക്തിത്വത്തിന്റെ കരുവായി കാതലായിട്ട് അനുഭവിക്കുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വിദ്യാഭ്യാസം എന്ന്. നമ്മളെ അടർത്തി മാറ്റിയിട്ട്, ഈശ്വരനിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ഞാൻ വേറെയാണ്, എന്റെ മുന്നിലിരിക്കുന്ന ഈ പ്രപഞ്ചമൊക്കെ എന്നിൽ നിന്ന് വേറിട്ടതാണ്, അതുകൊണ്ട് എന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളെ മുഴുവനും ഞാൻ സ്വന്തമാക്കുകയും അനുഭവിക്കുകയും ചെയ്യണമെന്നുള്ള തെറ്റായ വിചാരത്തിലൂടെ കടന്നു പോകുന്നതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ബോധത്തില് വെളിച്ചം കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. അഹങ്കാരം കൊണ്ട് എനിക്ക് തോന്നുന്നതാണ്, അജ്ഞാനം കൊണ്ട് തോന്നുന്നതാണ് ഞാൻ വേറെ, ഈശ്വരൻ വേറെ എന്നുള്ളത്. അതുകൊണ്ട് ഈശ്വര സത്തയല്ലാതെ വേറൊന്നും തന്നെ എന്നിലോ പ്രപഞ്ചത്തിലോ മറ്റുള്ളവരിലോ ഇല്ല എന്ന് ആദ്യമേ ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ഭഗവാൻ, ഈശ്വരൻ, സർവേശ്വരൻ, ആ ഭഗവാൻ എന്ന് ഗുരു വിളിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ദൈവഭക്തി എന്ന് പറയുന്നത് ഒരു ദേവതാ രൂപത്തിനോട് തോന്നുന്ന ഒരു ഭക്തിയാണ്. അത് പരിഷ്കൃത സമൂഹത്തിലാകുമ്പോൾ കുറച്ചുകൂടി വിഷ്ണുവോ ശിവനോ ദേവിയോ ഗണപതിയോ സുബ്രഹ്മണ്യനോ ഒക്കെ ആയിട്ട് മാറുമെങ്കിലും പ്രാകൃത സമൂഹത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പ്രാകൃത സമൂഹത്തിൽ അത് മാടനോ മറുതയോ ഒക്കെ ആയിട്ടുള്ള ആ പ്രാകൃത ദേവതാരൂപങ്ങളായിരുന്നു, ദൈവസങ്കല്പങ്ങളായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദേവതാ സങ്കല്പങ്ങളിലൂടെയാണ് ആധുനിക കാലത്ത് ഭക്തിയെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളെങ്കിലും ഗുരു ആത്യന്തികമായിട്ട് അങ്ങനെ ഒരു ഭാവനയിലിരിക്കുന്ന ദൈവത്തെ അല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഏക ചൈതന്യം, ആ ഏകമായ അറിവ്, ആ ബോധം
ആ ബോധത്തെയാണ് ഗുരു ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ, ഭഗവാൻ എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഗുരു അനുഭവിച്ചിരിക്കുന്നു. ഗുരുവിന്റെ ജീവിതത്തിൽ മുഴുവനും ആ ഈശ്വരാനുഭവത്തിന്റെ ആ വെളിച്ചവും തെളിച്ചവും ഒക്കെ നമുക്ക് നല്ലവണ്ണം പല സന്ദർഭങ്ങളിൽ ഗുരു പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവം ഉണ്ടാകുന്നതും ആ അനുഭവത്തിന്റെ മാധുര്യവും ആ അനുഭവത്തിന്റെ രസവും ഒക്കെ, ആ അനുഭവം വ്യക്തിക്കുണ്ടാക്കുന്ന പരിവർത്തനമൊക്കെ ഗുരു പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിടത്ത് ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നുണ്ട്, ഒരു 10,000 ആതിഥേയരൊന്നായി വരുവത് പോലെ വരും വിവേകവൃത്തി എന്ന്. നമ്മുടെ അറിവ് തന്നെ ചെറിയ ചെറിയ അറിവ് വലിയ അറിവായി മാറുന്ന ഒരു പ്രതിഭാസം. അപ്പോൾ അകമേ വിളങ്ങുന്ന വെളിച്ചത്തിന്റെ ധാരാളിത്വം, നിറവ്, അത് നമുക്ക് അനുഭവപ്പെടുന്നു. അത്തരമൊരു എൻലൈറ്റൻമെന്റ് അകത്ത് വരുന്നതിന് തന്നെയാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്. ആ ദൈവാനുഭവം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ജീവിതം എത്ര മാറി, അനുഭവത്തിൽ എത്ര മാറി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചകളല്ല പിന്നീട് നമ്മൾ കാണുന്നത്. നമ്മൾ അതുവരെ കണ്ട ജീവിതമല്ല പിന്നീട് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മളുടെ അഹങ്കാരത്തിന് ശോഷണം ഉണ്ടാകുകയും അപരപ്രിയത്തിന് പ്രാധാന്യത വരികയും ചെയ്യുന്നുണ്ട്. അത് ആത്മോപദേശ ശതകത്തിന്റെ ഭാഷയിൽ അങ്ങനെയാണ്. അപരപ്രിയം അറിയാൻ തുടങ്ങും നമ്മൾ അതുവരെ നമുക്ക് സ്വന്തം പ്രിയത്തിൽ മാത്രമാണ് താല്പര്യം ഉണ്ടായിരുന്നത്. നമ്മുടെ ജീവിതം, നമ്മുടെ സുഖം, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, അതാണ് എൻ്റെ ലോകം, എൻ്റെ ജീവിതം എന്ന് മാത്രം ചിന്തിച്ച് ജീവിച്ച മനുഷ്യരിൽ നിന്ന് എല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടത് എന്ന് ഓർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതാണ് കുറച്ചുകൂടി ഗുരുദേവന്റെ ജീവിതവും ഗുരുദേവന്റെ കൃതികളും ദർശനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പരിവർത്തനം. അപ്പോ ഗർഭപാത്രത്തില് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ കരുതലും ആ തണലും നമ്മളുടെ ആവശ്യങ്ങളുടെ നിർവഹണവും ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് വിഭാവനം ചെയ്തു നോക്കിയാൽ മതി. ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും 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 എന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാ വിധത്തിലും എല്ലാ കരുതലോടുകൂടിയിട്ടും വളർത്തിക്കൊണ്ടുവന്നത് നീയാണല്ലോ, അങ്ങാണല്ലോ, അങ്ങ് കൃപാലുവാണ്. അങ്ങയുടെ കൃപാലുത്വം കൊണ്ടാണ് എനിക്ക് ഒരു ആവശ്യങ്ങളും പറയാതെ തന്നെ എന്നിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നേക്കാൾ നന്നായി തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ ആവശ്യങ്ങളെ നിർവഹിച്ചു തന്നത്. അമ്മയ്ക്ക് പോലും അറിയില്ല എനിക്ക് എന്ത് വേണമെന്ന്. ഗർഭപാത്രത്തിൽ എനിക്ക് വിളിച്ചു പറയാൻ ഭാഷയില്ല. ഈ ഭാഷയിലൂടെ വിളിച്ചു പറഞ്ഞിട്ട് തന്നെ നമ്മൾക്ക് ഇന്ന് ജീവിക്കാൻ കഴിയുന്നില്ല. ഇന്ന് നമ്മൾ വളർത്തിയെടുക്കുന്ന സ്കില്ലുകളിൽ ഒന്ന് എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലാണ്. ആശയവിനിമയത്തിന്റെ നൈപുണ്യമാണെന്ന് ആളുകൾ വളർത്തിയെടുക്കുന്നത്. നമ്മളുടെ ആശയ നൈപുണ്യമൊക്കെ, ആശയപ്രകാശനത്തിന്റെ നൈപുണ്യമൊക്കെ ഇന്നും അസ്ഥാനത്താണെന്ന് നമുക്ക് പറയാം. ഒരാൾക്ക് നല്ലവണ്ണം അവന്റെ ആശയങ്ങൾ പ്രകാശിപ്പിക്കാൻ കഴിയുമെങ്കിലും അവന്റെ ഗാർഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അവന് പറയേണ്ടത് പറയാനായിട്ട് കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഭാഷ എന്ന് പറയുന്നത് ഒരു പരിമിതമായിട്ടുള്ള വാഹനമാണ്. അതിലൂടെ നമുക്ക് ആശയങ്ങൾ പ്രകാശിപ്പിക്കാൻ കഴിയും, അതിലൂടെ പലതും നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ആത്യന്തികമായിട്ട് നമുക്ക് ദൈവത്തിനോട് സംസാരിക്കുന്ന ഭാഷ മൗനത്തിന്റെ ഭാഷയാണ്. അത് ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ഒരു വ്യാപാരമാണ്. അത്തരം വ്യാപാരം നമ്മൾ ഗർഭസ്ഥ ശിശുവായിരുന്ന കാലത്ത് ദൈവവുമായിട്ട് നടത്തിയിട്ടുണ്ട്. നമ്മളത് ഓർത്തിരുന്നാൽ നല്ലതാണ് എപ്പോഴും. കാരണം നിരന്തരമായി നമ്മൾ പലതരത്തിലുള്ള ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓർക്കണം, നിങ്ങൾ കുറച്ചു നേരം മൗനമായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന
ഈശ്വരൻ അറിയാൻ കഴിയുകയും അതിനൊരു പ്രതിവിധി ഉണ്ടായി വരികയും ചെയ്യും. പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ, ആശയവിനിമയത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് കഴിയുമ്പോൾ മൗനം ഭജിക്കാൻ കഴിയണം. അല്പം മൗനം. ആ മൗനത്തിലൂടെ അറിയേണ്ടവൻ അറിയും നിങ്ങളെ. ആ സമയത്ത് നിങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളില് ദൈവത്തിനോട് പറയാൻ കഴിയുന്ന ആ ഹൃദയ വ്യാപാരത്തിന്റെ പേരാണ് പ്രാർത്ഥന എന്ന്. നമ്മൾ അത് കേവലം പഠിച്ച് ചൊല്ലേണ്ടുന്ന ഒന്നല്ലത്. ഏറ്റവും ആഴത്തില്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏറ്റവും ആഴത്തിൽ നടക്കേണ്ടുന്ന ദൈവവുമായിട്ടുള്ള ഒരു സല്ലാപമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ട് ഗർഭാശയം, ആ ഗർഭാശയത്തിൽ വെച്ച് നടന്ന ജീവിതം, ആ ജീവിതത്തില് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തന്ന ഈശ്വരൻ, ആ ഈശ്വരനെ ഒന്ന് ഓർക്കുക. ആ ഓർക്കുന്നോട് കൂടിയിട്ട് എത്ര വലിയ കൃപയാണ് നമുക്ക് ഓരോരുത്തർക്കും, ഒരാൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വര കൃപ എന്ന് പറയുന്നത് സൂര്യപ്രകാശം പോലെയാണ്. എല്ലായിടത്തും അത് പ്രസരിക്കുന്നുണ്ട്. ആ സൂര്യപ്രകാശം എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലര് ആ സൂര്യപ്രകാശത്തെ കാണുന്നതോ അറിയുന്നതോ ഇല്ല, അവരത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ. ചില ആളുകൾ മുറികളുടെ വാതിലുകളെല്ലാം അടച്ചിട്ടിട്ട് അകത്തിരുന്ന് കരയും, എനിക്ക് ഈശ്വരകൃപയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് വെളിച്ചം കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കും ഓരോരുത്തരും. അവരെ കുറിച്ച് എന്തു പറയാനാണ്? ആരെങ്കിലും കാരുണ്യമുള്ള ഒരാൾ ചെന്ന് അവരോട് പറയും, നിങ്ങൾ ആ ജനവാതിലുകളൊക്കെ ഒന്ന് തുറന്നിടൂ, നിങ്ങൾക്ക് വെളിച്ചം കിട്ടും. നിങ്ങളുടെ പുറത്ത് വെളിച്ചം അത്യുജ്വലമായിട്ട് ഇങ്ങനെ പ്രകാശിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മുറിയുടെ ജാലകങ്ങളെല്ലാം അടച്ചിട്ട് അതിൻ്റെ അകത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രകാശം കിട്ടുക? അതുപോലെയാണ് ഈശ്വരകൃപ എനിക്ക് കിട്ടുന്നില്ലല്ലോ, ഈശ്വരന്റെ അനുഗ്രഹം എനിക്കില്ലല്ലോ എന്ന് വിലപിക്കുന്നവർക്ക് അതിന്റെ കാരണം നമ്മൾ നമ്മുടെ അകത്ത് അഹങ്കാരമാകുന്ന മുറിക്കുള്ളില് അടച്ചിരിക്കുകയാണ്. ആ അഹങ്കാരത്തിന്റെ ജാലകങ്ങളൊക്കെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഈശ്വരകൃപ നമ്മളിലേക്കും പ്രവേശിക്കാൻ തുടങ്ങും. എല്ലാവർക്കും ഈശ്വരകൃപയുണ്ട്. ആ ഈശ്വരകൃപയിലാണ് നമ്മുടെ ജീവിതം വികസിതമായിട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് കൃപാലുവല്ലി എന്ന് ഭഗവാനെ പറഞ്ഞത്. കൃപാലു ആണല്ലോ അങ്ങ് എന്നുള്ള അർത്ഥത്തില് എല്ലാവിധത്തിലും കൃപാലുവാണ്. അൻപോടെയാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. അൻപ് എന്നതിന് സ്നേഹം, അൻപ് എന്നത് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഈശ്വരന്റെ കരുതലാണ് അൻപ് എന്ന് പറയുന്നത്. നമുക്ക് ഈശ്വരന്റെ കരുതലിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഈ കാലത്തൊക്കെ എത്രയോ മനുഷ്യർക്ക് എത്രയോ പ്രയാസങ്ങൾ, ഒറ്റപ്പെടലിന്റെ പ്രയാസങ്ങളുണ്ട്, ഏകാന്തതയുടെ പ്രയാസങ്ങളുണ്ട്, ജീവിതത്തിൽ തനിച്ചായി പോകുന്നതിന്റെ പ്രയാസങ്ങളുണ്ടെന്ന്. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ നമ്മുടെ അകത്ത് ഈ കൃപ വന്നിരിക്കുന്നത് കാണാത്തത് കൊണ്ടാണ്. ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈശ്വരന്റെ കൂടെയുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാൻ ആദ്യം ഈശ്വരനിലേക്ക് എന്നെ ചേർക്കണം. അപ്പൊ ഈശ്വരൻ എന്നെ ചേർത്ത് പിടിക്കും, ഭഗവാൻ എന്നെ ചേർത്ത് പിടിക്കും. ഭഗവാനിലേക്ക് എന്നെ ചേർക്കുന്ന സമയത്ത് എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല, പറയാതെ തന്നെ ഈശ്വരൻ ഇത് നിർവഹിക്കും. എനിക്ക് ശ്വസിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും എൻ്റെ മുന്നിലുണ്ട്. നാസ്വാദ്വാരത്തിന് മുന്നിൽ വായു ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. നമ്മൾ ശ്വസിച്ചാൽ മതി. ഇനി നമ്മൾ ശ്വസിക്കണമെന്നൊന്നുമില്ല. രാത്രികാലത്ത് നല്ലവണ്ണം ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ശ്വസനക്രിയയുടെ ഉത്തരവാദിത്വം ആരുടെ കയ്യിലാണ്? ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മൾ ശ്വസിക്കുന്ന എന്ന് പറയുമ്പോൾ ഇച്ഛാപൂർവമുള്ള ശ്വസനമല്ല നമ്മൾ ചെയ്യുന്നത്, അനിച്ഛാകരമായിട്ട് തന്നെ ആ ശ്വസനക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാതെ തന്നെ നമ്മളുടെ ആവശ്യം നിർവഹിച്ചു തരുന്ന ആ ഈശ്വര ശക്തിയെ കുറിച്ച് അറിയണം. ഇനി നമ്മൾ ജനിച്ചു വരുമ്പോൾ തന്നെ
നമ്മളുടെ തീരുമാനപ്രകാരം സ്വേച്ഛാപ്രകാരം നമ്മൾ ഓരോരുത്തരും ശ്വസിക്കണമെന്നാണോ ദൈവം പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയൂ? ഉറങ്ങിക്കഴിഞ്ഞാൽ ശ്വാസോച്ഛ്വാസം നിലയ്ക്കില്ലേ? ഉറക്കത്തിൽ ബോധമില്ലാതാകാണ്. ആ ബോധമില്ലാതാകുന്ന സമയത്ത് ശ്വസിക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ്, കൃപാലുവായ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ശ്വസനക്രിയയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ നാഡികളിലൂടെ, നമ്മളുടെ സിരകളിലൂടെ രക്തം പ്രവഹിക്കുന്നുണ്ട്. ഇതൊക്കെ ആരെ ചെയ്യുന്നത്? ഈ രക്തോട്ടമൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ശ്വസനക്രിയ പോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം ആമാശയത്തിലെത്തി, ആമാശയത്തിൽ അത് പചിപ്പിച്ച്, അത് ദഹിപ്പിച്ച്, അത് ചെറുകുടലിൽ പോയി, ചെറുകുടലിൽ വെച്ച് അതിൻ്റെ പോഷകാംശങ്ങൾ നമ്മളുടെ ശരീരത്തിലേക്ക് വേണ്ടത് മാത്രം ആഗിരണം ചെയ്തിട്ട് ബാക്കി വരുന്ന ആ വേസ്റ്റ്, ആ മലം, അത് വൻകുടലിലേക്ക് തള്ളിക്കളഞ്ഞ് വൻകുടൽ അത് മലദ്വാരത്തിലൂടെ വിസർജ്യമായിട്ട് ബഹിഷ്കരിക്കുന്നത്. ഈ പ്രക്രിയകളുടെയൊക്കെ ഉത്തരവാദിത്വം ആരുടെ കയ്യിലാണ്? നിങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇത് ഓർക്കണം. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? അങ്ങനെ ഒരു ദൈവഭക്തി ഉണ്ടാകണം. നമ്മേക്കാൾ നന്നായി നമ്മെ അറിയുന്നത് ഈശ്വരനാണ്. അതുകൊണ്ട് നമ്മൾ കൂകി വിളിച്ച് പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്ത് ആ അനുഭവം ഉണ്ടായാൽ മതി. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഗുരുദേവൻ പ്രാർത്ഥന എഴുതി തന്നതൊക്കെയോ അതൊക്കെ ചൊല്ലണ്ടേ? അത് ചൊല്ലുന്നത് ഈ അവബോധം നമ്മളിൽ ജനിപ്പിക്കാനാണ്. ദൈവദശകം പോലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമുക്ക് ഈ ഓർമ്മ വരുന്നുണ്ടല്ലോ. ആഴമേറും നിൻമഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. നിന്നിൽ ആണ്ട് നീയായി തീർന്ന്, നീയാകുന്ന സമുദ്രമായിട്ട് തീർന്ന് അനുഭവിക്കുന്ന സുഖം, അതാണ് ഏറ്റവും പരമമായ സുഖം. അത് പറയാനാണ്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോൾ അനന്യഭക്തി ഉണ്ടാകും. നമുക്ക് ദൈവത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാത്ത ഒരു സത്തയായിട്ട് മാറുമ്പോൾ അനന്യഭക്തി. അനന്യഭക്തിയാണ് ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ ഏറ്റവും ദൈവത്തിൽ നിന്ന് അല്പം പോലും ചെറ്റിട പോലും വേറിടാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിൽ നമുക്ക് ഗുരു പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. കൽപ്പിച്ച പോലെ വരും എന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയൻ ഒക്കെയും അങ്ങു ശംഭോ. കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് നമുക്ക് ആ നനയ്ക്കൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈശ്വരൻ എന്ത് ഇച്ഛിക്കുന്നുവോ അതുപോലെയാണ് ജീവിതം. ഞാൻ എങ്ങനെ ഇച്ഛിക്കുന്നുവോ അതുപോലെയാണ് ജീവിതം എന്നാണ് നമ്മളുടെ സാക്ഷ്യം. ഞാൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അതാണ് എൻ്റെ ജീവിതമായിട്ട് മാറേണ്ടത് എന്ന് നമ്മൾ ശഠിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. നമ്മൾ അതുകൊണ്ടാണല്ലോ ഇഷ്ടഫലങ്ങൾ ഉണ്ടാകാനായിട്ട്, ഇഷ്ടകാര്യസിദ്ധികൾ ഉണ്ടാകാനായിട്ട് എന്തെല്ലാം പൂജകൾക്ക് വേണ്ടി പോകുന്നു, ഏതെല്ലാം ക്ഷേത്രങ്ങളിലേക്ക് ഓടുന്നു. അതിനൊക്കെ ഉപരി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ, ജനിച്ചു വരുമ്പോൾ തന്നെ നമ്മളുടെ ഈ ലോക ജീവിതത്തെ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന ഒരു പദ്ധതി കൂടി നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു പ്രോഗ്രാം കൂടിയുണ്ട് നമ്മുടെ കൂടെ തന്നെ. ആ പദ്ധതി പ്രകാരമേ ജീവിക്കാൻ പറ്റൂ. അതിൽ നിന്നൊക്കെ നമ്മൾ കുതറി മാറുന്നുണ്ട്. കുതറി മാറി വേറൊരു ജീവിതം ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്. ആ തിരിച്ചടികൾ നമ്മുടെ നോവുകളായിട്ട് മാറുന്നുണ്ട്, വേദനകളായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവനകളിൽ നിങ്ങളുടെ ജീവിതത്തെ കൊരുത്തെടുക്കാതെ കുറച്ചു നേരം ദൈവം
എന്റെ ജീവിത പദ്ധതിയായിട്ട് എന്താണ് എനിക്ക് തന്നിട്ടുള്ളത്, അതെനിക്ക് ജീവിക്കാൻ കഴിയട്ടെ. അത് ജീവിക്കാനായിട്ട് ഞാൻ എന്ന അഹങ്കാരത്തെ ഒന്ന് പിൻവലിച്ചാൽ മതി. വളരെ നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട് എന്റെ ജീവിത പദ്ധതി എന്നിലൂടെ ചുരുളഴിയും. അങ്ങനെ ചുരുളഴിയുന്നതിനെയാണ് ഗുരു ഈ ജീവിതത്തെ ഒരു നാടകമായിട്ട് കാണാമെന്ന് പറയുന്നത്. അഹോ നാടകം നിഖിലവും. ഞാൻ എപ്പോൾ എന്നിൽ ഇല്ലാതാകുന്നുവോ അപ്പോൾ ഈശ്വരൻ എനിക്ക് വേണ്ടി നിർമ്മിച്ച ആ ജീവിത പദ്ധതി എന്നിലൂടെ ചുരുളഴിയുകയും അത് അൺഫോൾഡ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഒരർത്ഥത്തിൽ ഇവിടെ ഗുരു കൽപ്പിച്ച പോലെ വരും. ആര് കൽപ്പിച്ച പോലെ? രാജാവ് കൽപ്പിച്ചതുപോലെയോ മന്ത്രി കൽപ്പിച്ചതുപോലെയോ ഒന്നുമല്ല. ഈശ്വരൻ എന്താണോ, സ്രഷ്ടാവായിരിക്കുന്ന ഈശ്വരൻ എന്താണോ എന്നിൽ കൽപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ വരും. അതുപോലെ വരും എന്ന് പറയുമ്പോൾ അത് മുഴുവനും നമുക്ക് അങ്ങ് സുഖമാണെന്നും വിചാരിക്കണ്ട. ജീവിതത്തിന്റെ ആ പദ്ധതിയിൽ സുഖവും ദുഃഖവും ഉണ്ട്. ആ സുഖദുഃഖങ്ങളെ നിർണയിച്ചിരിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം അടിസ്ഥാനപരമായി ധർമ്മവിരുദ്ധമായിട്ട് എപ്പോഴൊക്കെ നമ്മൾ ജീവിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മളിൽ സമാവിർഭൂതമായിട്ടുള്ള ഒരു കർമ്മമുണ്ട്. ആ കർമ്മം പാപകർമ്മമാണ്. ധർമാനുകൂലമായിട്ട് നമ്മൾ എപ്പോഴൊക്കെ ജീവിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മളിൽ സമാഭൂതമായിട്ടുള്ള ഒരു കർമ്മമുണ്ട്. അത് പുണ്യകർമ്മമാണ്. അങ്ങനെ നമ്മളുടെ ജീവിത പദ്ധതിയിൽ ഈ പുണ്യപാപങ്ങളുടെ സംസ്കാരങ്ങൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുണ്യം എന്ന ആ കർമ്മം ഫലപ്രാപ്തിയിലെത്തുമ്പോൾ സുഖമായിട്ടും പാപം എന്ന ആ കർമ്മം ഫലപ്രാപ്തിയിലെത്തുമ്പോൾ ദുഃഖമായിട്ടും നമ്മൾ അനുഭവിക്കുന്നു. അപ്പോഴും നമ്മൾക്ക് വേണ്ടത്ര വിവേകവും വെളിച്ചമൊക്കെ അകത്തുണ്ടെങ്കിൽ ഇതിനെ രണ്ടിനെയും ഈശ്വരന്റെ അനുഗ്രഹങ്ങളായിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയാണെങ്കിൽ, സമഭാവത്തിൽ സ്വീകരിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ രണ്ട് തരത്തിലുള്ള കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകും. ഇത് ദുഃഖം എന്ന് പറയപ്പെടുന്ന കർമ്മങ്ങൾ നമ്മളെ വേദനിപ്പിക്കുകയില്ല. ഇപ്പൊ ഒരാൾ നമ്മളെ അപമാനിക്കുകയാണെങ്കിൽ, സമൂഹ മധ്യത്തിൽ വെച്ച് അപമാനിക്കുകയാണെങ്കിൽ ആ അപമാനം എന്നിലെ പാപകർമ്മത്തിന്റെ ഒരു ഫലപ്രാപ്തി ആയിരിക്കാം എന്നുള്ള നിഗമനത്തിലെത്തിയിട്ട് അതുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് വീണ്ടും വീണ്ടും കർമ്മപാപങ്ങൾ സഞ്ചയിക്കാതെ അത്രയും കർമ്മം ഒഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അകമേ സുഖമായിരിക്കാൻ, പ്രക്ഷുബ്ധമാകാതിരിക്കാനായിട്ട്, ശാന്തമായിരിക്കാനായിട്ട് പഠിക്കണം. ജീവിതത്തിൽ പ്രതികരിക്കുന്നതൊക്കെ വളരെ ശക്തമായ കർമ്മസഞ്ചയത്തെ നമ്മളിൽ ഉണ്ടാക്കും. അത് പിന്നീട് ആ കർമ്മബന്ധനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് കർമ്മം എന്താണ്, കർമ്മബന്ധനം എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ അഹങ്കാരത്തോടെ കർത്തൃത്വഭാവത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് വളരെ വേദനിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുകയും നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കുകയും ആ പ്രതികരണം ഭാവിയിലൊരു കർമ്മത്തെ ഉണ്ടാക്കുകയും അതിനെ ആഗാമി കർമ്മം എന്ന് പറയുകയും അത് ബന്ധനത്തിലേക്കും അത് വീണ്ടും വീണ്ടും നമുക്ക് സഫർ ചെയ്യാനായിട്ട്, വേദനിക്കാനായിട്ട് ഇടവരുത്തുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതമാകുന്ന ഈ സന്ദർഭം നമുക്ക് കിട്ടുമ്പോൾ ആ ജീവിത സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരേച്ഛയുടെ നിർവഹണമാണ് എൻ്റെ ജീവിതം എന്ന് വിചാരിക്കണം. അകമേ ഈശ്വരനെ അറിയാം എന്താണ് എനിക്ക് വേണ്ടതെന്ന്. നമ്മേക്കാൾ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. നമ്മളല്ലല്ലോ നമ്മുടെ സൃഷ്ടാവ്. അപ്പോ നമ്മുടെ സൃഷ്ടാവ് അറിയാം, എല്ലാം അറിയാം. അതുകൊണ്ട് ഈ വേദനയും ഈശ്വരന്റെ അറിവിലൂടെ മാത്രമാണ് എനിക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത് സ്വീകരിക്കുക. എനിക്ക് ദാരിദ്ര്യമുണ്ട്, എന്ന് വിചാരിക്കുക. എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം കിട്ടാതെ ഞാൻ വലയുകയാണ് എന്ന് വിചാരിക്കുക. അത് ഈശ്വരന്റെ ഇച്ഛയാണ്. അതുകൊണ്ട്
2 ദിവസം പട്ടിണി കിടന്നാലും വിഷമിക്കണ്ട. അത് എപ്പോഴൊക്കെയോ എന്നിലൂടെ കടന്നു വന്നിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഒരു ഫലാനുഭവമായിട്ട് കരുതിയിട്ട് അതിനെ സ്വീകരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ദുഃഖം പോലും അമൃതമായിട്ട് മാറും. വേദനയെ പോലും വേദാന്തമാക്കുമെന്ന് പറയുന്നത് അങ്ങനെയാണ്. വേദനകൾ വേദാന്തമാകുന്നത് അതിന്റെ പിന്നിലിരിക്കുന്ന ആ സ്വാരസ്യം മനസ്സിലാക്കുന്ന സമയത്താണ് നമുക്കതിനെ വരുന്നത്. അപ്പോ കൽപ്പിച്ച പോലെ വരും. ഇത് എപ്പോഴും നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മന്ത്രം പോലെ കൊണ്ടു നടക്കേണ്ടതാണ്. കൽപ്പിച്ച പോലെ വരും, ഈശ്വരന്റെ കൽപ്പന പോലെ വരും എന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയൻ ഒക്കെയുമങ്ങു ശംഭോ. ജീവിതം മുഴുവനും ഈശ്വരനുള്ള അർച്ചനകളായിട്ട് മാറണം, അർപ്പണമായിട്ട് മാറണം. നമ്മൾ പൂജാപുഷ്പം എടുത്ത് ദേവന്റെ പാദാന്തികത്തിലേക്ക് ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് പൂജകൾ ചെയ്യുന്നില്ലേ? അതുപോലെ നമ്മളുടെ ജീവിതത്തെയും ഭഗവാന്റെ പാദങ്ങളിലേക്കുള്ള പുഷ്പങ്ങളായിട്ട് കരുതിക്കൊണ്ട് ഓരോ സന്ദർഭങ്ങളും അർച്ചനകളായിട്ട്, അർപ്പണമായിട്ട് കരുതണം. ഗുരു തന്നെ ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ടല്ലോ, മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. വേറൊരു ജീവിതത്തിലെ വേറെ ഒരു തരത്തിലുള്ള സാധനകൾ വേണ്ട നമുക്ക്. എന്താ? ഓരോ നിമിഷത്തിലും നമ്മുടെ അകമലരിനെ അർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സ് തന്നെ സങ്കല്പമായിട്ട് മാറുകയും ആ സങ്കല്പങ്ങൾ പുഷ്പങ്ങളായിട്ട് മാറുകയും പുഷ്പങ്ങൾ ഈശ്വരനുള്ള അർച്ചനകളായിട്ട് മാറുകയും ചെയ്യുമ്പോൾ വേറെ ഒരു സാധന ആ വ്യക്തിക്ക് വേണ്ട. അത് അവനെ മോക്ഷത്തിലേക്ക് നയിക്കും. അതാ പറയുന്നു, മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തും അതല്ലയായിൽ മായാമനു ഉരുവിട്ടുമിരിക്കൽ മായ മാറും. മായയാണല്ലോ നമ്മുടെ പ്രയാസം, പ്രതിസന്ധി എന്ന് പറയുന്നത് മായയാണ്. ആ മായ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ 3 തരം സാധനകൾ ഗുരു നിർദ്ദേശിച്ചിരിക്കുന്നത്. മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുക, അതൊരു തരത്തിലൊരു ആന്തരിക ഉപാസനയാണ്. ഉള്ളിൽ നടക്കേണ്ടതാണത്, എല്ലാ സമയത്തും നടക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അരമണിക്കൂർ 1 മണിക്കൂർ ചെയ്യേണ്ടതല്ല. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴൊക്കെ ആ പൂജ ചെയ്തുകൊണ്ടിരിക്കണം. മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അത്രയും പറ്റുന്നില്ല, നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല, അല്ലാതെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വനമലർ കൊയ്തും പൂജാപുഷ്പങ്ങൾ ഇറുത്തിട്ട് ആ പുഷ്പങ്ങൾ ഈശ്വര അർച്ചനകളാക്കി മാറ്റിയിട്ട് നമുക്ക് പൂജ ചെയ്യാം. അതല്ല എങ്കിൽ മായാമനു ഉരുവിട്ടിരിക്കുക. മായാമനു എന്ന് പറയുന്നത് മായ മാറുന്നതിനുള്ള മന്ത്രങ്ങൾ ഉരുവിട്ടിരിക്കുക. ആ മന്ത്രങ്ങള് ഗുരുവിന്റെ നാമം തന്നെ ഒരു മഹാമന്ത്രമാണ്. ആ മഹാമന്ത്രം ഉരുവിട്ടിരുന്നാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതുകൊണ്ട് 1-ാമത്തെ ശ്ലോകം പഠിക്കുമ്പോൾ ആ ശ്ലോകത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന മൂല്യം, ഈ ജീവിതം നമുക്ക് കിട്ടിയത് വലിയ അനുഗ്രഹീതമാണ്. മനുഷ്യ ജീവിതം, അതിൽ മനുഷ്യത്വമുണ്ടായി, മുമുക്ഷുത്വമുണ്ടായി. മഹാത്മാക്കളുടെ സവിധത്തിൽ നേരെ എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് മഹാത്മാക്കളെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞത് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈശ്വരനോട് നന്ദി പറയണം, ഈശ്വരനോട് കൃതജ്ഞത ഉണ്ടാകണം. ആ കൃതജ്ഞത നമ്മൾ എന്നും വളർത്തിയെടുക്കണം. എന്നും രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇന്നുണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും, ഉണ്ടാകാൻ പോകുന്ന എല്ലാ അനുഭവങ്ങളും ഈശ്വരന്റെ കൃതജ്ഞത ആയിട്ട്, ഈശ്വരനോടുള്ള കൃതജ്ഞതയായിട്ട് ഉള്ളിൽ രജിസ്റ്റർ ചെയ്യണം, രേഖപ്പെടുത്തി വെക്കണം. അപ്പോഴാണ് നമ്മൾ ശരിയായിട്ട് ഒരു ശുദ്ധ ജീവനായിട്ട് മാറുകയുള്ളൂ. ഇനി അത് മാത്രമല്ല, ഈശ്വരേച്ഛ പോലെയാണ് ഈ പ്രപഞ്ചം പോകുന്നത്. അത് വ്യക്തിയായാലും സമഷ്ടിയായാലും എല്ലാം ഈശ്വരേച്ഛയാണ്. ആ ഈശ്വരേച്ഛ പോലെയാണ് ജീവിതം വരികയുള്ളൂ. ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ളത് ആ കാൽവരിയില് കുരിശിൽ ഇങ്ങനെ തറച്ചു കിടക്കുന്ന നേരത്ത് മരണം വന്നിട്ടില്ല, എന്നാൽ വേദനയുടെ തീവ്രതയിൽ അദ്ദേഹം ആ 5 ആണികൾ
കാലിലും നെഞ്ചിലും 2 കൈകളിലും അടിച്ചു വെച്ചിരിക്കുന്ന ആ ആണികൾ ഈ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് വേദന സഹിക്കാതെ വന്നപ്പോ അദ്ദേഹം വിലപിച്ചു പോയത്രേ. എലി എലി ലമാ സബഖ്താനി, എന്റെ ദൈവമേ നീയും എന്നെ കൈവിട്ടുവല്ലോ എന്ന് അദ്ദേഹം കരഞ്ഞു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഉള്ളിലൊരു ഓർമ്മ വന്നു. അല്ലെങ്കിലും നിന്റെ ഇച്ഛയാണല്ലോ നിറവേറപ്പെടേണ്ടത്, ഈ കുരിശിൽ കിടക്കേണ്ടത് നിന്റെ ഇച്ഛയായിരിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും വിചാരിക്കുകയും ആ ഓർമ്മ അദ്ദേഹത്തിന്റെ സാന്ത്വനമായിട്ട് മാറുകയും ആ സാന്ത്വനമാണ് പിന്നീട് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുന്നത്. എവിടെ നമുക്ക് മോക്ഷം ഉണ്ടാകും? ദൈവത്തിന്റെ ഇച്ഛ ആണ് ഈ പ്രപഞ്ച ജീവിതം, പ്രാപഞ്ചിക ജീവിതം എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ്. പിന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്യില്ല, പിന്നെ നമ്മൾ പൊരുതുകയില്ല. ഗുരു തന്നെ പഠിപ്പിക്കുന്നതാണ്, പൊരുത് ജയിപ്പത് അസാധ്യം. പൊരുതരുത്. പൊരുതിയാൽ നമ്മൾക്ക് തോൽവിയാണ് ഉണ്ടാകുള്ളൂ. കാരണം എന്താ? അഹങ്കാരം ശക്തമാകുന്ന സമയത്താണ് നമ്മൾ പൊരുതുക. ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലെയാണ് പൊരുതുക എന്ന് പറയും. ദൈവേച്ഛയ്ക്ക് അനുസൃതമായിട്ട് ജീവിക്കുക. ഇനി നിങ്ങളത് കുറച്ചുകൂടി ഇനി സാമൂഹ്യ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. കുറച്ചുകൂടി അവബോധം ഉണ്ടാക്കുക, സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക എന്ന്. ഗുരുവിന്റെ ജീവിതം ഒരു പൊരുതലായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും, ഉള്ളത്തിൽ ചോദിക്കണം. നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഗുരു ഒരു ഫൈറ്റർ ആണെന്നാണ്. സാധാരണ ആളുകൾ അങ്ങനെ ഗുരുവിന്റെ ജീവിതത്തെ ഗുരു പൊരുതുന്നവനായിരുന്നു. ഗുരു ഒരിടത്തും പൊരുതിയിട്ടില്ല, ഒരിടത്തും ഒന്നിനെതിരെയും പ്രവർത്തിച്ചിട്ടില്ല, ഒന്നിനെതിരെയും പൊരുതിയിട്ടില്ല. ഗുരു സ്വാഭാവികമായിട്ട് ദൈവേച്ഛ എന്താണോ ആ ഈശ്വരേച്ഛ നിർവഹിക്കുന്നതിന്റെ ഒരു പാത്രമായിട്ട് മാറുകയായിരുന്നു, ഒരു കരുവായിട്ട് മാറുകയായിരുന്നു, ഒരു വാഹനമായിട്ട് മാറുകയായിരുന്നു. അതിലൂടെ ഗുരു നിർവഹിക്കപ്പെട്ടത് ഈശ്വരേച്ഛ തന്നെയാണ്. കൽപ്പിച്ചതുപോലെ എങ്ങനെയോ അത് ഗുരുവിലൂടെ സംഭവിച്ചു. ഗുരു അതിന്റെ ഒരു അവകാശവും ഏറ്റെടുക്കുന്നില്ല. ഈശ്വരേച്ഛയായിരുന്നു ഗുരുവിന്റെ മുഴുവൻ ജീവിതവും. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഗുരുവിലൂടെ ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ളതാണ് എല്ലാം. അതുകൊണ്ട് അങ്ങനെ കരുതുകയാണെങ്കിൽ ഒരു ഫൈറ്റർ ആകാതിരിക്കുക. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫൈറ്റർ ആകുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ പാപകർമ്മങ്ങളെ സഞ്ചയിക്കും. കാരണം അഹങ്കാരം, കർത്തൃത്വഭാവം ശക്തമായിരിക്കുമ്പോഴാണ് ഒരാൾ പൊരുതുന്നത്. അപ്പൊ കർത്തൃത്വഭാവത്തിന് ചിലത് സ്ഥാപിക്കുവാനും ചിലത് നേടിയെടുക്കുവാനും ഈ ഭൂലോകത്തിൽ ചിലതിനെയൊക്കെ തച്ചുടയ്ക്കുവാനും നശിപ്പിക്കുവാനും ഒക്കെ ഉള്ള ആ പ്രേരണകൾ നമ്മുടെ ഉള്ളിൽ ശക്തമായിരിക്കും. അതുകൊണ്ട് ഈ പിണ്ടനന്ദി നമ്മളെ പഠിപ്പിക്കുന്നത് ഈശ്വരാനുഗ്രഹം, ഈശ്വരകൃപ ഒരു നദി പോലെയാണ്. ആ നദി സൗമ്യമായൊരു ഒഴുക്കാണ്. ആ ഒഴുക്കിൽ നമ്മൾ പ്രതികൂലമായിട്ട് നീന്താതെ അനുകൂലമായിട്ട് കിടന്നു കൊടുക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ തത്വം. ഈ തത്വം വളരെ ബേസിക്കാണ് നമ്മുടെ ജീവിതത്തിന്റെ. അത് ചൈനക്കാരുടെ താവോ മതം പഠിച്ചാലും ലോകത്തിലെ എല്ലാ മതങ്ങളും തത്വചിന്തകളും പഠിച്ചാലും നമ്മളുടെ വ്യക്തിഗതമായ ഇച്ഛയ്ക്കുപരി ഈ പ്രാപഞ്ചികമായ ഇച്ഛയുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുകയും ആ പ്രാപഞ്ചികമായ ഇച്ഛയാണ് ആത്യന്തികമായി വിജയിക്കുകയുള്ളൂ എന്നും നമ്മളുടെ ഇച്ഛകൾക്ക് താൽക്കാലികമായ സ്ഥാനങ്ങളേ ഉള്ളൂ എന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാപഞ്ചിക ഇച്ഛ എന്താണോ ആ പ്രാപഞ്ചിക ഇച്ഛയ്ക്ക് വിധേയമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും സുഖം എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ ശ്ലോകം വളരെ വ്യത്യസ്തമായിട്ട് മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്നൻ പിണ്ടത്തിനന്ന് അമൃതു നൽകി വളർത്ത ശംഭു. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ച് അറയിൽ ഇട്ട് എരിയും കൊളുത്തി
ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്നൻ പിണ്ടത്തിനൊന്ന് അമൃത് നൽകി വളർത്ത ശംഭോ. ഇതും ഒരു താത്വികമായ ചിന്തയാണ്, നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ചിന്തയാണ്. മണ്ണ്, ജലം, കനല്, അമ്പരം, കാറ്റ്, ഇത്രയും കാര്യങ്ങൾ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ടാണല്ലോ ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. പ്രപഞ്ചം എന്നത് പാഞ്ചഭൗതികമാണ്, 5 ഭൂതങ്ങളുടെ സംഘാതമാണ്, സഞ്ചയമാണ്. ഈ 5 ഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. 5 ചേർന്നതാണ് പ്രപഞ്ചം. ആ 5 മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും. ഈ 5 ഒരു ജീവനില്, ഒരു ജീവി രൂപം കൊള്ളുന്നതിന് മുമ്പ് ഈ 5 എണ്ണിപ്പിടിച്ച് അറയിലിട്ട് എരിയും കൊളുത്തി എന്നാണ് ഗുരു സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്. ഓരോ സൃഷ്ടിയിലും ഗുരു മനസ്സിലാക്കിയ ഒരു വലിയ തത്വം നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഓരോ സൃഷ്ടി എന്ന് പറയുന്നത് ഈശ്വരന്റെ കണക്ക് കൂട്ടൽ അനുസരിച്ചാണ് വന്നിരിക്കുന്നത്. എണ്ണിപ്പിടിക്കുക എന്ന് പറയുക, ഈ പഞ്ചഭൂതങ്ങളെ എണ്ണിപ്പിടിക്കുന്നു. എണ്ണിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗണനയുണ്ട് എല്ലാവർക്കും. ഓരോ ജീവനും ഇന്ന തരത്തിലായിരിക്കണം എന്നൊരു ഗണനയുണ്ട്. എണ്ണിപ്പിടിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അത് പഞ്ചഭൂതങ്ങളില് എത്ര പൃഥിവി, എത്ര ആകാശം, എത്ര തേജസ്, എത്ര ജലം, എത്ര വായു എന്നൊക്കെ ഒരു കണക്കുണ്ട്. ഈ കണക്ക് നമുക്ക് അറിഞ്ഞുകൂടാ, മനുഷ്യനറിയാൻ പറ്റില്ല കണക്ക്. അത് മനുഷ്യനറിയാത്ത മേഖലകളാണ്. ആധുനിക ശാസ്ത്രം ഈ മേഖലയിലല്ല അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന് ഇതൊക്കെ ചിലപ്പോൾ അന്ധവിശ്വാസങ്ങളായി തോന്നാം. എന്നാലും സൃഷ്ടിയുടെ പിറകില്, എല്ലാ സൃഷ്ടിയുടെ പിറകിലും ഒരു ഗണനയുണ്ട്, ഒരു കാൽക്കുലേഷനുണ്ട്. ആ ഗണനയില് ആ സൃഷ്ടി ജനിച്ച് മരിക്കേണ്ടുന്നത് വരെയുള്ള മുഴുവൻ പ്രോഗ്രാമും അതിലുണ്ട്. മുഴുവൻ പ്രോഗ്രാമുകളും സന്നിവേശിപ്പിച്ചിട്ടാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എണ്ണിപ്പിടിച്ചറയിലിട്ട്, അറയിൽ എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ ഇട്ട്, ഗർഭപാത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ ആധുനിക ശാസ്ത്രം പറയുന്നത് പ്രകാരം അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും വന്നിട്ടുള്ള 23 ക്രോമസോമുകൾ, അപ്പൊ രണ്ടുപേരിൽ നിന്ന് 23 ജോഡി ക്രോമസോമുകൾ ഒരു വ്യക്തിയായിട്ട് രൂപം കൊള്ളുന്നതിന് മുമ്പ് വരുന്നുണ്ട്. ഈ ക്രോമസോമുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആധുനിക ഭാഷയിൽ ഇത് വളരെ നല്ലതായിട്ട് തോന്നും. പക്ഷെ ഓരോ ക്രോമസോമും എന്തെല്ലാം ഗുണവിശേഷങ്ങളും എന്തെല്ലാം ജീവിത പദ്ധതികളും ഒക്കെ കൊണ്ടുവരുന്ന നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ പാക്ഡ് വിത്ത് ഇൻഫോർമേഷൻ എന്ന് പറയും. ഒത്തിരി ഇൻഫോർമേഷനുകൾ ഉണ്ടായാലും നമ്മുടെ DNA എന്ന് പറയുമ്പോൾ, ഒരാളുടെ DNA എന്ന് പറയുമ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ആധുനിക കാലത്ത് ഗുരു ഇതൊക്കെ ഉള്ളിൽ കണ്ടുകൊണ്ടായിരിക്കാം എണ്ണിപ്പിടിച്ചറയിലിട്ട്. ഓരോരുത്തർക്കും സവിശേഷതയുണ്ട്. എന്നെ പോലെ ആയിരിക്കണമെന്നില്ല നിങ്ങൾക്കും സവിശേഷതയുണ്ട്. നിങ്ങളെപ്പോലെ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ മക്കള്. എത്ര സവിശേഷത കൊണ്ട്. ഈ സവിശേഷതകൾ കൈവരുന്നത് ഈശ്വരന്റെ ഗണനയിൽ നിന്നാണ്. എണ്ണിപ്പിടിച്ച് അറയിലിട്ട് എരിയും കൊളുത്തി. എരി കൊളുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ജീവന്റെ വെളിച്ചം അങ്ങനെ നിക്ഷേപിക്കും. എരി കൊളുത്താന്ന് പറഞ്ഞാൽ അതായത് പ്രത്യേക കർമ്മ പദ്ധതികളോട് കൂടിയിട്ട് പഞ്ചഭൂതങ്ങളെ പ്രത്യേക അനുപാതത്തിൽ ചേർത്തിട്ട് ഈ സൃഷ്ടി ഇങ്ങനെ ആയിരിക്കണം എന്ന് ആസൂത്രണം ചെയ്തിട്ട് അതിനെ ജ്വലിപ്പിച്ച് ആ ജീവിത നാടകത്തിലേക്ക് അഴിച്ചുവിടുകയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. മാത്രമല്ല, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്നൻ പിണ്ടത്തിനൊന്ന് അമൃത് നൽകി വളർത്ത ശംഭോ. അമ്മയുടെ ഗർഭാശയത്തില് കിടക്കുന്ന സമയത്ത് തന്നെ എത്രയോ കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട്. ഈ കാലത്ത് പഴയ കാലത്ത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് 10, 12, 13, 14, 15 പ്രസവിക്കും. അവസാനം വരുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ.
3-4 പിള്ളേരെ ജീവിച്ചിരിക്കുള്ളൂ. പലതും ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ചു പോകും. ചാപ്പിള്ളയായിട്ട് പുറത്തു വരുത്. ചിലതാകട്ടെ പ്രസവിച്ചതിന് ശേഷം മരിക്കും ചില കുട്ടികൾ. അപ്പോ അതിൽ നിന്ന് ഇന്നിപ്പോ നല്ല പരിസരങ്ങളും നല്ല പരിചരണവും ശ്രദ്ധയൊക്കെ കിട്ടുന്നത് കൊണ്ട് കുട്ടികളുടെ മരണനിരക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ദണ്ഡപ്പെടുത്തുന്നൊരു ദേവത ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് ഈ കുഞ്ഞിന് ദണ്ഡം കൊടുക്കുക, അത് ആ കുഞ്ഞിന്റെ കർമ്മത്തിൽ തന്നെയുണ്ട് ആ ദണ്ഡം. ആ ദണ്ഡപ്പെടുത്തുന്ന ദേവതയെങ്കിൽ എന്റെ പിണ്ടത്തിന് അമൃത് നൽകി, അമൃത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷണം നൽകിയിട്ട് മരണത്തിലേക്ക് നയിക്കാതെ പോഷണം നൽകിക്കൊണ്ട് വളർത്തി വന്നത് നീയാണ്. പോഷണമാണ് നമുക്ക് വേണ്ടത്. പോഷണം അമൃതമായിട്ട് വളർച്ചയായിട്ട് വരുന്നു. എന്നാൽ മരണത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ദേവത എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന്, മരണത്തിന്റെ ദേവത യമനാണ്. എന്നാൽ മരണത്തിൽ നിന്ന് മോചനം നൽകുന്ന ദേവൻ ശിവനാണ്. ശിവൻ അതുകൊണ്ട് മൃത്യുഞ്ജയൻ എന്ന് വിളിക്കും. അപ്പൊ ഈ മൃത്യുഞ്ജയന്റെ സഹായം നമ്മുടെ അടുത്ത് ഗർഭാശയത്തിൽ എപ്പോഴും ഉണ്ട്. മൃത്യുഞ്ജയന്റെ സഹായം കൊണ്ട് മരിക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു. എത്ര അനുഗ്രഹം! അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് മരിച്ചു പോയിരുന്നെങ്കിലോ കഷ്ടമായിരുന്നേനെ, അല്ലേ? നമ്മുടെ ജീവിതമൊക്കെ ഈ ഭൂമിയിലേക്ക് വരാൻ പോലും പറ്റില്ലല്ലോ. അപ്പോഴേക്കും മരിച്ചു പോയില്ലേ നമ്മള്? അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാൻ കാരണം മൃത്യുഞ്ജയനായിട്ടുള്ള ശിവന്റെ പിണ്ടനന്ദി ഒരു ശിവസ്തോത്രമാണെന്ന് പറഞ്ഞല്ലോ, ശിവകീർത്തനമാണ്. അതുകൊണ്ട് മൃത്യുഞ്ജയന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ മോക്ഷകാമികളായിട്ട് ജീവിക്കാനായിട്ട് പറ്റി, മഹാത്മാക്കളുടെ സവിധത്തിൽ എത്തിപ്പെടാൻ പറ്റി, ജീവിതത്തിന്റെ ധന്യത അറിയാനായിട്ട് പറ്റി. അതുകൊണ്ട് അനുനിമിഷം കൃതജ്ഞതയുള്ളവരായിരിക്കുക. അതിന്റെ പ്രത്യക്ഷ നിദർശനങ്ങളായിട്ട് നിങ്ങൾ ഭഗവാന് കൃതജ്ഞത പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരോട്, നിങ്ങൾക്ക് നിത്യജീവിതത്തില് സ്നേഹം, കരുതൽ, അറിവ് ഒക്കെ പകർന്നു തരുന്ന ഗുരുക്കന്മാരോട് ഒക്കെ നമുക്ക് കൃതജ്ഞത ഉണ്ടായിരിക്കേണ്ടത്. കൃതജ്ഞത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വാല്യൂ ആയിട്ട്, ഒരു മൂല്യമായിട്ട് പ്രകാശിക്കണം. അതുണ്ടെങ്കിൽ ജീവിതം ഏറ്റവും സുന്ദരവും മനോഹരവുമായിട്ട് മാറുന്നതായിരിക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരിക്കലും കൃതജ്ഞതയുള്ള ഒരു മനുഷ്യന് ദുഃഖം വരുത്തി വെക്കില്ല, വേദനകൾ വരുത്തി വെക്കുകയില്ല. ഇത് നമ്മൾ തിരിച്ചറിയുക. ഇന്നത്തെ ഈ പ്രഭാതത്തില് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിണ്ടനന്ദിയിലെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഈ സന്ദേശം എത്തിച്ചേർന്നാൽ വളരെ നല്ല ഒരു മാറ്റം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതായിരിക്കും. ഇനി നമുക്ക് നാളെ എടുക്കുക ബാക്കിയുള്ളത്. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ. നന്ദി. നമസ്തേ സ്വാമിജി.